2 മിനിറ്റ് കഴിഞ്ഞല്ലോ. കീക്കോ ഇനിയും തിരിച്ചു വന്നില്ലല്ലോ. ഒരുപക്ഷെ അവന് വല്ല പ്രശ്നം ഉണ്ടായി കാണുമോ? ഞാനിന്ന് വെള്ളത്തിനടിയിൽ ചെന്ന് നോക്കട്ടെ. കീക്കോ, കീക്കോ, എഴുന്നേക്ക്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഓബ്ര ഷോ ഹൗസ്ഫുൾ ആയി കാണുമെന്നാണ്. എന്തുകൊണ്ട് ഹൗസ്ഫുൾ ആയിക്കോട്ടെ മീർ അങ്കിൾ. ഈ ഷോയിൽ പാടുന്ന സിംഗർ ഉണ്ടല്ലോ, അവരാരാന്നറിയാവോ? അവരെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ വേൾഡ് ഫേമസിനേക്കാളും വളരെയധികം വേൾഡ് ഫേമസ്. ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. ഒരു കാര്യം അറിയോ? ഈ ഓപ്ര ഷോ ഇത്രയും പോപ്പുലർ ആവാൻ കാരണം എന്താണെന്നറിയോ? എർത്ത് ബാങ്കിന്റെ ഏറ്റവും വലിയ ഓഫീസർ ഈ ഷോ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ കീക്കോ, ഈ എർത്ത് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? സൺസിറ്റിയിൽ പുതിയ ബാങ്ക് വല്ലതും തുറന്നിട്ടുണ്ടോ? അതല്ല ടെമ്പോ അണ്ണാ, ഇത് സൺസിറ്റിയുടെ ബാങ്ക് അല്ല, ഇത് ടോട്ടൽ ലോകത്തിന്റെയും ബാങ്കാ. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ആ ബാങ്കിലാണ് കാശ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ എൻവയോൺമെന്റിനെ ശരിയാക്കാൻ ആ കാശാണ് ഉപയോഗിക്കാൻ പോകുന്നത്. വാതിലിൽ മുട്ടുന്ന ശബ്ദം ഘട്ട് എന്ന് പറയും. ഓപ്ര ഷോ ഫസ്റ്റ് ലൈൻ സീറ്റിൽ നിന്ന് കാണുന്നവരെ അവരെ ഡിറ്റക്റ്റീവ് ഛട്ട് എന്ന് പറയും. കാലക്കി സർ, എന്തോ ഒരു പഞ്ചാ പറഞ്ഞേ. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം സർ. ചേട്ടാ, എനിക്കൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഒന്ന് മാറും അങ്കിൾ. എനിക്കിപ്പോ വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ, എനിക്കിപ്പോ ഇയാളെ ഒരൊറ്റ അടി വെച്ച് ഫ്ലാറ്റ് ആക്കിയാലോ തോന്നുക. നീ ഇപ്പൊ എന്താടാ പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ ആരോടും ഒന്നും സംസാരിക്കാറ് പോലും ഇല്ല. ഷെടാ ടോണി ബോസ്, നീ ഒരു കാര്യം മറന്നുപോയോ? നിങ്ങൾ ഇപ്പോഴല്ലേ പറഞ്ഞത് നീ ഈ നിൽക്കുന്ന അങ്കിളിന് ഒരൊറ്റ ഇടി വെച്ച് കൊടുത്ത് ഈ അങ്കിളിനെ അങ്ങ് ഫ്ലാറ്റ് ആക്കുമെന്ന് പറഞ്ഞതല്ലേ? ആണോ? നീ എന്നെ ഇടിച്ചങ്ങ് ഫ്ലാറ്റ് ആക്കാൻ തീരുമാനിച്ചിരിക്കാനോടാ? അല്ല അങ്കിൾ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ദേവി തന്നെ അങ്ങ് വിട്ടേക്ക്. അവന്മാർ രണ്ടുപേരും കള്ളം പറയാ. ബട്ടറിൽ വെച്ച് പാവ് ഭാജി മിസ്സായി പോയി, ടോണി ബോസിന്റെ കാലം സ്ലിപ്പായി പോയി. അത് കലക്കി. നമുക്കിപ്പോ ഫ്രണ്ട് സീറ്റ് കിട്ടിയിരിക്കുക. ഇന്ന് ആദ്യമായിട്ട് ടോണി ബോസിന്റെ പഞ്ച് കാരണം നമുക്ക് ബെനിഫിറ്റ് കിട്ടിയിരിക്കുക. എന്റെ ദൈവമേ, ഈ സ്ഥലത്ത് എന്തുമാത്രം ബൾബ്സും ട്യൂബ് ലൈറ്റ്സും ഉണ്ടെന്ന് നോക്കേ. ഞാനത് ചിലപ്പോ കഴിച്ചോട്ടെ. അല്ല, ഇതെന്ത്? ഇവർ ഈ ട്യൂബ് ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യാൻ മറന്നുപോയോ? അല്ല ടെമ്പോ അണ്ണാ, ഓപ്ര സിംഗർ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നുണ്ടല്ലോ. അവരുടെ ഹൈ പിച്ച് വോയിസ് കാരണം ഈ ബൾബുകളൊക്കെ തകർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ട്യൂബ് ലൈറ്റ്സിനെയും ഇവിടെ ചോയ്സ് ആയി വെച്ചിരിക്കുന്ന പ്രോസസ്സിനെ ഒരു വാക്കിൽ പറയണമെങ്കിൽ ബാക്കപ്പ്. കറക്റ്റ് ട്വിങ്കിൾ. ഒരുപക്ഷെ ഈ ബൾബൊക്കെ ഓപ്ര സിംഗറിന്റെ വോയിസ് കാരണം പൊട്ടിപ്പോയാൽ പിന്നീട് അവർ ഈ ട്യൂബാണ് യൂസ് ചെയ്യുക. ഇപ്പൊ എന്റെ ഹാൻഡിക്യാം ഓൺ ചെയ്യേണ്ട സമയമായെന്നാ തോന്നുന്നത്. അങ്ങോട്ട് നോക്കിക്കേ, എർത്ത് ബാങ്കിന്റെ ഏറ്റവും വലിയ ഓഫീസർ മിസ്റ്റർ നേറ്റൻ എത്തിക്കഴിഞ്ഞു. എന്തൊരു സ്റ്റൈലിഷ് എൻട്രി എന്ന് കണ്ടില്ലേ? ഈ ഓബ്ര ഷോയുടെ കൂടെ ചേർന്ന് മിസ്റ്റർ നേറ്റന്റെ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. ആ സെക്യൂരിറ്റി ആളുകൾ ജനങ്ങളെ ഇങ്ങനെ പുഷ് ചെയ്യുന്നത് കാണുമ്പോൾ ആ ബിഹേവിയറിനെ ഒറ്റവാക്കിൽ പറയണമെങ്കിൽ റൂഡ്. സാധാരണ റൂഡല്ല, അതിഭയങ്കര റൂഡ്. വെരി വെരി റൂഡ്. ഇപ്പൊ ഞാൻ കുറച്ച് പാല് കുടിച്ചേ പറ്റൂ. അയ്യോ, അല്ല, ഈ മിസ്റ്റർ നേത്തനൊപ്പം എന്തിനാ ഇത്ര അധികം സെക്യൂരിറ്റി? കാരണം നേത്തനങ്ങളുടെ കയ്യിൽ ഒരു ചിപ്പുണ്ട്. അത് വെച്ച് അദ്ദേഹം എർത്ത് ബാങ്കിന്റെ അക്കൗണ്ട് ആക്സസ് ചെയ്തിട്ട് ഏതൊരു സ്ഥലത്തേക്കും പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നേതൻ അങ്കിൾ ഏത് സ്ഥലത്താണ് ചിപ്പ് വെച്ചിരിക്കുന്നത് അതിന് 2 വാക്കിൽ പറയണമെങ്കിൽ സേഫ് പ്ലേസ്. ആ ചിപ്പ് എവിടെയാണുള്ളതെന്ന കാര്യം നേതനങ്ങളിന് മാത്രമേ അറിയൂ. മിസ്റ്റർ നേത്തന്റെ കഴുത്തിൽ എത്ര സൂപ്പറായ ലോക്കറ്റ് ആണല്ലേ? കൊള്ളാം സാറേ. ഒരു ഫോട്ടോ. ഫോട്ടോസ് എടുക്കാൻ അലൗഡ് അല്ല. ഒന്ന് മാറി ഫോട്ടോ വിടുന്നേ.
ഗുഡ് മോർണിംഗ് അങ്കിൾ, ഞാനാണ് കീക്കോ. എനിക്കിപ്പോ തോന്നുന്നത് നിങ്ങൾ ഈ എടുത്തുചാടി ബിഹേവ് ചെയ്തത് വളരെ റോങ് ആണെന്നാണ്. നോക്കൂ കേക്കോ, എന്റെ പേര് ബ്രിസ്റ്റോ. നേതൻ സാറിന്റെ സെക്യൂരിറ്റി അത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നു പോകുന്ന ജനങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അത് ഞാൻ തീരുമാനിച്ചോളാം. റിലാക്സ് ബ്രിസ്റ്റോ, കീക്കോ പറയുന്നതും ശരിയല്ലേ. നീ ഇങ്ങനെ ജനങ്ങളോട് ദേഷ്യപ്പെട്ട് ഈ സംസാരിക്കരുത്. ചെക്കിന് വേണ്ടി നിങ്ങൾ എന്നെ വഴക്ക് പറയണം. ഞാൻ നിന്നെ വഴക്കൊന്നും പറഞ്ഞില്ല, നീ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ശരി, ഓക്കെ. ഒരു പക്ഷേ ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ എന്നോട് ചോദിക്കരുത്. റിലാക്സ് ബ്രിസ്റ്റോ, ഒരു പ്രശ്നം ഉണ്ടാകില്ല. കീക്കോയും ഇവിടെ തന്നെ ഉണ്ടല്ലോ. കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോയുടെ സാഹസങ്ങൾ വേൾഡ് ഫേമസ് ആണ്. താങ്ക് യു മിസ്റ്റർ നേതൻ. എല്ലാവരും അലേർട്ട് ആയിരിക്കണം. ഞാൻ വാഷ്റൂമിലേക്ക് പോയിട്ട് വരാം. എന്റെ ദൈവമേ, ഇവരുടെ വോയിസ് കാരണം എന്റെ കാത് ഡാമേജ് ആവോ? ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. നീ പറഞ്ഞത് ശരിയാണ് കീക്കോ. ഇവരുടെ വോയിസ് കാരണം ശരിക്കും ബൾബ്സ് ഒക്കെ തകർന്നു പോയി. എന്താ പറ്റിയത്? ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? യെസ് സർ. ആർസവന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. ഉറപ്പായും എന്തോ പ്രശ്നമുണ്ട്. നേതൻ അങ്കിൾ, അങ്കിളിന്റെ ലോക്കറ്റ് മിസ്സിംഗ് ആ. സിഗ്നൽ സീലിംഗിന്റെ ഭാഗത്തുനിന്നാണല്ലോ വരുന്നത്. മുകളിൽ പോയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേതൻ അങ്കിൾ താഴെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇയാളാരാ? ഇയാൾ എന്തിനാ അങ്കിളിന്റെ കണ്ണും ഫിംഗർ പ്രിന്റ്സും സ്കാൻ ചെയ്യുന്നത്? നേതൻ അങ്കിൾ താഴെയുമുണ്ട്, പിന്നെ നേതൻ അങ്കിൾ മുകളിലുമുണ്ട്. ഇതെങ്ങനെയാ സംഭവിച്ചേ? ഇത് നോക്കൂ മിസ്റ്റർ, നേതൻ അങ്കിളുടെ കാര്യത്തിൽ എന്ത് കുലുമാലാണ് ഒപ്പിക്കുന്നത്? എടാ ചെക്ക, നീ ഇങ്ങോട്ട് വരാൻ ഒരല്പം ലേറ്റായി പോയല്ലോ. നേത്തന്റെ ചെയറിന് താഴെ ഒരു കുഴിയുണ്ട്. ചെയർ കമഴ്ത്തിയിട്ടിട്ട് നേത്തനെ ഞങ്ങൾ ആ കുഴിയിലേക്ക് തള്ളിയിട്ടു. പിന്നെ നേത്തന് പകരം എന്റെ ഒരാൾ നേത്തനായി മാറി അവിടെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ എന്റെ ജോലി കഴിഞ്ഞു. ആ, ഒരു കാര്യം മാത്രം ബാക്കിയുണ്ട്. ആ, ആ. ജാക്ക്, നമ്മുടെ ജോലി കഴിഞ്ഞു. നമുക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാം. വേഗം. കീക്കോ, വേഗം ചെന്ന് അവനെ പിടിക്ക്. അവൻ എന്റെ ലോക്കറ്റ് അടിച്ചു മാറ്റി. അല്ല നേതൻ അങ്കിൾ, ആ ലോക്കറ്റിൽ അങ്ങനെ എന്താ ഉള്ളത്? കിക്കോ, ആ ലോക്കറ്റിൽ ഒരു ചിപ്പുണ്ട്. അതുമൂലം എർത്ത് ബാങ്ക് ആക്സസ് ചെയ്ത് മണി എങ്ങോട്ട് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്ത്? ഡോണ്ട് വറി അങ്കിൾ, ആ ചിപ്പ് ഞാൻ എങ്ങനെയെങ്കിലും തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരാം. ഇത്രയും ബൈക്കോസോ? വേറെ ഒരു വഴിയില്ല. ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, എത്രയും വേഗം ആ ബൈക്കേഴ്സിനെ ഫോളോ ചെയ്യേ. ഫോർമുല നമ്പർ 1, 2, 3 ആവശ്യം ഉണ്ടാവുന്ന തോന്നുന്നേ. ലെറ്റ്സ് ഗോ ബ്രോ. കീക്കോ, അവന്മാർ രണ്ടുപേരും നമ്മുടെ നേർക്ക് ബോംബ് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബേസ്ബോൾ കളിക്കുന്നത് പോലെയാണ് അവർ ബോംബ് എറിയുന്നത്. എങ്കിൽ സൂപ്പർ സ്പീഡോ,
നീയും ഫോർമുല നമ്പർ 57 ആക്ടിവേറ്റ് ചെയ്തിട്ട് കളി തുടങ്ങിക്കോ. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഇപ്പൊ ഞാൻ അവരുടെ ഓരോ ബോളും സ്മാഷ് ചെയ്തേക്കാം. അങ്ങനെ അവരുടെ കളി അവസാനിച്ചു. ഇനി എന്റെ ടേൺ തുടങ്ങാൻ പോവുകയാണ് കീക്കോ. ഞാനിപ്പോൾ ഫോർമുല നമ്പർ 37 ആക്ടിവേറ്റ് ചെയ്തിട്ട് അവരെ ഷൂട്ട് ചെയ്യട്ടെ കീക്കോ. ചെയ്തോ പടി. ഗോൺ. ഇവിടെയും അവിടെയുമായിട്ട് ഒരുപാട് ടവേഴ്സ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇവന്മാരെ ഇവിടുന്ന് ഡസ്റ്റ്ബിനിലേക്ക് പറഞ്ഞയക്കും. കൊള്ളാം, ടാർഗറ്റ് ഫിനിഷ് ചെയ്തു. ഇതെങ്ങനെയുണ്ട് കീക്കോ? നൈസ് ഷോട്ട് ബ്രോ. വേഗം വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ആ റൈഡേഴ്സിനെ പിടിക്കാം. കീക്കോ, എന്റെ മുഴുവൻ ബോഡിയും ഡാമേജ് ആയിപ്പോയി. ഓട്ടോ റിപ്പയർ ചെയ്യുവാൻ കുറച്ച് സമയമെടുക്കും. കീക്കോ, നമുക്ക് ആ ലോക്കറ്റ് തിരിച്ചു കിട്ടുന്നത് വരെ എർത്ത് ബാങ്കിലെ കാശിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഡോണ്ട് വെറി സർ. എർത്ത് ബാങ്കിലുള്ള ക്യാഷ് അടിച്ചു മാറ്റാനായിട്ട് ആ കള്ളന്റെ കയ്യിലുള്ള ചിപ്പ് വെച്ച ലോക്കറ്റ് നമ്മുടെ എർത്ത് ബാങ്കിന്റെ ഓഫീസിലുള്ള കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തേ പറ്റൂ. പക്ഷെ അവൻ അങ്ങോട്ട് വരുമ്പോ അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ബ്രിസ്റ്റോ അങ്കിൾ, നമ്മൾ ആരെയും ഒരിക്കലും വീക്ക് ആണെന്ന് കരുതരുത്. നിങ്ങൾ ആദ്യം അങ്ങനെയല്ലേ കരുതിയത്? നിങ്ങൾ ഇവിടെയുള്ളപ്പോ ഒരു കള്ളനും നേത്തനങ്ങളുടെ അടുത്തെത്താൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടിപ്പോഴോ ആരോ ചിപ്പടിച്ച് മാറ്റിക്കൊണ്ട് പോയില്ലേ? കീക്കോ പറഞ്ഞ കാര്യം 2 വാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ കറക്റ്റ്. സാധാരണ കറക്റ്റ് അല്ല, വളരെ വളരെ കറക്റ്റ്. സൂപ്പർ ഡൂപ്പർ കറക്റ്റ്. ഞാനിപ്പോ ഒരു ക്യാരറ്റ് കഴിക്കാനായിട്ട് പോവാ. അല്ല നേത്തനങ്ങൾ, ഈ കാര്യം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കൊക്കെ അറിയാം? അതായത് ആ ലോക്കറ്റിനകത്തൊരു ചിപ്പുള്ള കാര്യം. ലോക്കറ്റിനെ കുറിച്ച് എനിക്കും ബ്രിസ്റ്റോയ്ക്കും മാത്രമേ അറിയുള്ളൂ. എന്തിനാ അങ്ങനെ ചോദിച്ചത്? അയ്യോ, എന്ന് വെച്ചാൽ ആ കള്ളന്മാർക്ക് ആ കാര്യം എങ്ങനെ മനസ്സിലായത്? അതായത് ആ ലോക്കറ്റിനകത്ത് ചിപ്പ് വെച്ചിട്ടുണ്ടെന്ന്. ഒരു മിനിറ്റ്, നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇപ്പൊ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാനും കള്ളന്റെ ഗ്രൂപ്പ് ആണെന്നാണ്? പറയാൻ പറ്റില്ല. ഇക്കാലത്ത് എന്തു സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത് സൂപ്പർ സ്പീഡോ? ഒരു മിനിറ്റ്. ബ്രിസ്റ്റോയെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവൻ ഇത്തരം തെറ്റുകളൊന്നും ഒരിക്കലും ചെയ്യില്ല. ഒരുപക്ഷെ ഈ ഇൻഫർമേഷൻ വേറെ എവിടെന്നെങ്കിലും ലീക്കായി കാണും. ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട മിഷൻ എന്ന് പറയുന്നത് എർത്ത് ബാങ്കിലുള്ള കാശ് സേഫ് ആക്കുക എന്നതാണ്. കിക്കോ, നാളെ നീയും സൂപ്പർ സ്പീഡോയും വന്ന് എന്റെ ഓഫീസിലെ എല്ലാ സെക്യൂരിറ്റിയും ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ഓക്കെ നേത്തൻ അങ്കിൾ, നാളെ ഞങ്ങൾ ഓഫീസിലേക്ക് വന്നേക്കാം. എനിക്ക് തോന്നുന്നത് ബ്രിസ്റ്റോയ്ക്കും ആ കള്ളന്മാർക്കും എന്തോ കണക്ഷൻ ഉണ്ടെന്നാണ്. മേരങ്കിൾ, കുറച്ച് സമയത്തേക്ക് അങ്കിളിന്റെ ആ ഹാൻഡിക്യാം എനിക്കൊന്ന് തരാൻ പറ്റുമോ? തീർച്ചയായും കിക്കോ, ഇന്ന് പിടിച്ചോ. നീയും എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തോ, എന്നിട്ട് എൻജോയ് ചെയ്തോളൂ. കീക്കോ, നീ മേരങ്ങളുടെ ക്യാമറയിലുള്ള എല്ലാ ഫുട്ടേജും എന്തിനാ സൂപ്പർ സ്പീഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്? അതൊരു ഒറ്റവാക്കിൽ ചോദിക്കണമെങ്കിൽ വൈ? നിൽക്ക്, ഞാൻ പറയാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 40. ഓക്കെ ബ്രോ, എങ്കിൽ നമുക്ക് തുടങ്ങാം. അത് കണ്ടോ, ഇന്ന് രാവിലെ ഷൂട്ട് ചെയ്ത ഫുട്ടേജാ. നേത്തൻ അങ്കിളും ബ്രിസ്റ്റോ അങ്കിളും സെക്യൂരിറ്റി ഗാർഡ്സിനോടൊപ്പം ഓപ്പറ തിയേറ്ററിലേക്ക് എൻറ്റർ ആവുകയായിരുന്നു. നിന്റെ പ്ലാൻ എനിക്ക് മനസ്സിലായി കീക്കോ. ഇതിനുശേഷം ഫോർമുല നമ്പർ 241 നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. പെർഫെക്റ്റ് സജഷൻ, വെരി ഗുഡ്. എന്റെ ദൈവമേ, ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലോ. എന്തുമാത്രം ആലോചിച്ചാലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കി തരാം ഡോഡോ. അതായത് ആ കള്ളൻ നേത്തൻ അങ്കിളിന്റെ കണ്ണുകളും അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റ്സും സ്കാൻ ചെയ്തെടുത്തോണ്ട് പോയിട്ടുണ്ട്. ഒരുപക്ഷെ വീണ്ടും നേത്തൻ അങ്കിളിന്റെ മാസ്ക് അണിഞ്ഞിട്ട് കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് ചെല്ലാനും ചാൻസസ് ഉണ്ട്. അവര് വിചാരിച്ച റെറ്റിനയും ഫിംഗർ പ്രിന്റ്സും കോപ്പി ചെയ്യാൻ പറ്റും. പക്ഷേ വാക്കിംഗ് സ്റ്റൈൽ കോപ്പി ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ അന്ന് ഒരുപാട് പേർ ഓപ്പറ തിയേറ്ററിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ ഫുട്ടേജ് ഒക്കെ നമ്മൾ ഈ 2 ക്യാമറയിലും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും നേത്തന്റെ മാസ്കും ഇട്ട് കൊള്ളയടിക്കാൻ ശ്രമിച്ചാൽ ഈ ക്യാമറയിലെ ഫുട്ടേജിന്റെ കൂടെ നമ്മളത് മാച്ച് ചെയ്ത് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, സത്യത്തിൽ ആരാണ് കള്ളൻ എന്നുള്ള കാര്യം. വാവ്, ഈ പ്ലാനിനെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ ഫാന്റാസ്റ്റിക് പ്ലാൻ.
ഇന്ന് വാങ്ങിച്ചോളൂ ബോസ്. ഈ ലോക്കറ്റിനകത്ത് ചിപ്പുണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ട് എർത്ത് ബാങ്കിലുള്ള എല്ലാ കാശും നാളെ അടിച്ചു മാറ്റാം. സബാഷ്, മാസ്റ്റർ പ്ലാനറ്റ് കൊള്ളയടിക്കും. എന്റെ ലോക്കർ മൊത്തം പണം കൊണ്ട് നിറയ്ക്കും ഞാൻ. പക്ഷേ ബോസ്, പണം നിങ്ങൾ കൊള്ളയടിക്കുമായിരിക്കും. പക്ഷെ നാളെ ഞങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യേണ്ടത്? ഇതിലെന്റെ എല്ലാ പ്ലാനും എഴുതിയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അത് പിന്നെ നിന്റെ ആളുകളോട് പറഞ്ഞു വെക്ക്, നാളെ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് വരണം. നാളെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകരുത്. ഓർമ്മിക്കണം, ആ പണത്തിനും എനിക്കും ഇടയിൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. മാസ്റ്റർ പ്ലാനറ്റ് കൊള്ളയടിക്കും. എന്റെ ലോക്കർ മൊത്തം പണം കൊണ്ട് നിറയ്ക്കും ഞാൻ. കിക്കോ, ഈ സെക്യൂരിറ്റി ഗാർഡ്സ് മാത്രമല്ല, കുറെ സെക്യൂരിറ്റി ലെവൽസും ഇവിടെയുണ്ട്. ഇതെല്ലാം കടന്നു വേണം കള്ളൻ ആ കമ്പ്യൂട്ടറിന്റെ അടുത്ത് പോയി ആ ചിപ്പ് യൂസ് ചെയ്ത് മൊത്ത പണവും ഇവിടുന്ന് കൊള്ളയടിക്കാൻ. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആ കള്ളൻ ചിപ്പ് യൂസ് ചെയ്ത് കമ്പ്യൂട്ടറിൽ നിന്നും കാശ് അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ വിജയിച്ചാലോ, പിന്നെ നമ്മൾ എങ്ങനെയാ ആ കാശ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്? ആ ക്യാഷ് റിവേഴ്സ് ആയി എർത്ത് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ചിപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പക്ഷെ ആ ചിപ്പ് ലോക്കറ്റിനകത്താണുള്ളത്. സർ, ഞാൻ ചെന്ന് എല്ലാ സെക്യൂരിറ്റിയോടും അലർട്ട് ആയിരിക്കാൻ പറയാം. ഞാൻ ഇതിനകത്തുള്ള സെക്യൂരിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. അകത്ത് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഓൾ അണ്ടർ കൺട്രോൾ. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. സിഗ്നൽ ഓഫീസിന്റെ പുറകിന്നാ വരുന്നത്. തീർച്ചയായും അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഓ നോ, ഞാനൊരു കാര്യം മറന്നുപോയി. ആ കമ്പ്യൂട്ടറിന്റെ അടുത്ത് ചെല്ലാൻ ഓഫീസിന്റെ ബാക്ക് സൈഡിൽ ഒരു രഹസ്യ വഴിയുണ്ട്. അവിടെ ഒരു വലിയ ഫൗണ്ടൈൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഫൗണ്ടൈൻ വഴി മെയിൻ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ബാക്ക് സൈഡിൽ കൂടെ നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ആ ഫൗണ്ടന്റെ അടുത്തേക്ക് പോകാം സൂപ്പർ സ്പീഡോ. അതിനിടയ്ക്ക് ഞാൻ ചെന്ന് ബ്രിസ്റ്റോയെ തേടി കണ്ടെത്താം. സൂപ്പർ സ്പീഡോ, ഞാൻ ഈ ഫൗണ്ടനകത്ത് ചെന്ന് നോക്കാം. നീ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ. പക്ഷേ കീക്കോ, നിനക്ക് 2 മിനിറ്റിൽ കൂടുതൽ വെള്ളത്തിനടിയിൽ ഒരിക്കലും നിൽക്കാൻ പറ്റില്ലല്ലോ. ഡോണ്ട് വറി സൂപ്പർ സ്പീഡോ, എനിക്കൊന്നും സംഭവിക്കില്ല. ബിക്കോസ് വി ഫൈറ്റ് ഫോർ ദ റൈറ്റ്. ഞാൻ 2 മിനിറ്റിന് ടൈമർ ഫിക്സ് ചെയ്തേക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞല്ലോ. കീക്കോ ഇനിയും തിരിച്ചു വന്നില്ലല്ലോ. ഒരുപക്ഷെ അവന് വല്ല പ്രശ്നം ഉണ്ടായി കാണുമോ? ഞാനിന്ന് വെള്ളത്തിനടിയിൽ ചെന്ന് നോക്കട്ടെ. കീക്കോ, കീക്കോ, എഴുന്നേക്ക് കീക്കോ. കീക്കോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ സൂപ്പർ സ്പീഡോ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. താങ്ക് യു ബഡി. ഫ്രണ്ട്സിനിടയിൽ നോ സോറി നോ താങ്ക് യു. ശരി, വാ നമുക്ക് ചെന്ന് നോക്കാം. എർത്ത് ബാങ്കിന്റെ കാശ് സേഫ് ആണെന്ന് നോക്കാം. സംഭവിക്കാൻ പാടില്ലെന്ന് കരുതിയത് തന്നെ സംഭവിച്ചു. എർത്ത് ബാങ്കിന്റെ മൊത്തം പണവും കൊള്ളയടിച്ചിരിക്കുക. പക്ഷെ ഞാൻ മെയിൻ ഗേറ്റിലാണല്ലോ നിന്നുകൊണ്ടിരുന്നത്. ആ വഴിക്ക് ആരും പോയില്ലല്ലോ. പിന്നെ ആരാ കൊള്ളയടിച്ചത്? അതിപ്പോ നമുക്ക് കണ്ടെത്താം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 40. ഓക്കെ ബ്രോ, ഷുവർ ഐ ഗോ. ഞാൻ രഹസ്യമായിട്ട് 2 ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. നമുക്കതിന്റെ ഇമേജസ് ഇപ്പോൾ നോക്കാം. വീണ്ടും ആ കള്ളൻ എന്റെ മാസ്ക് അണിഞ്ഞ് കൊള്ളയടിച്ചിരിക്കുകയാണല്ലേ. എന്റെ കൈയിന്റെ ഫിംഗർ പ്രിന്റ്സും അവൻ കോപ്പി ചെയ്തിരിക്കുക അല്ലേ? Wrong. മറ്റാരും നിങ്ങളുടെ മാസ്ക് ഇട്ട് കൊള്ളയടിക്കാൻ സാധ്യതയില്ല. ഇവിടെ കൊള്ളയടിച്ചത് നിങ്ങൾ തന്നെയാണ്. നീ എന്താ പറയുന്ന കീക്കോ? അതിന് നിന്റെ വശം എവിഡൻസ് വല്ലതുമുണ്ടോ? അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സൂപ്പർ സ്പീഡോ, ഓപ്പറ ഷോ നടന്ന ആ ദിവസത്തെ ഫുട്ടേജ് ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇത് കണ്ടോ,
ഇതിലൊരു ഫുട്ടേജ് അന്നെടുത്തതാണ്. നിങ്ങൾ ഓപ്ര കാണാൻ വന്ന ദിവസം. പിന്നെ രണ്ടാമത്തെ ഫുട്ടേജ് ഇന്നെടുത്തത്. ഇന്നാണ് ആ കൊള്ള സംഭവം നടന്നത്. ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ റെറ്റിനയും ഫിംഗർ പ്രിന്റ്സും സ്കാൻ ചെയ്ത് ഡേറ്റ കോപ്പി ചെയ്യാൻ പറ്റും. മാസ്ക് അണിഞ്ഞ് നിങ്ങളെ പോലെ ഫേസും മാറ്റാൻ പറ്റും. പക്ഷെ നിങ്ങളെ പോലെ നടക്കാൻ പറ്റില്ല. ഈ രണ്ട് ഫുട്ടേജിലും രണ്ടുപേരുടെയും വാക്കിംഗ് സ്റ്റൈൽ ഒരേപോലെയാണുള്ളത്. എന്ന് വെച്ചാൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, വേറെ ആരും നിന്റെ മാസ്ക് അണിഞ്ഞ് ഇവിടെ വന്ന് കൊള്ളയടിച്ചിട്ടില്ല. പക്ഷെ ഫുൾ പ്രൂഫ് പ്ലാനിങ്ങിനോടൊപ്പം നീ തന്നെയാണ് കൊള്ളയടിച്ചത്. മിസ്റ്റർ നേതൻ, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, മര്യാദയ്ക്ക് ആ ലോക്കറ്റ് എനിക്ക് തിരിച്ചു തന്നേക്ക്. മാസ്റ്റർ പ്ലാനറ്റ് കൊള്ളയടിക്കും. എന്റെ ലോക്കർ മൊത്തം ഞാൻ പണം കൊണ്ട് നിറയ്ക്കും. സമ്മതിച്ചു കിക്കോ, നീ ശരിക്കും വളരെ ബ്രില്യന്റ് ആണ്. അങ്ങനെ അവസാനം നീ എന്നെ എക്സ്പോസ് ചെയ്ത് കളഞ്ഞു. ശരി, ഇന്ന് പിടിച്ചോ ചിപ്പ്. പ്ലാൻ എ ഫെയിൽ ആയിരിക്കുന്നു. പ്ലാൻ ബി ആക്ടിവേറ്റ് ചെയ്യ്. ബഡി, ഞാൻ എങ്ങനെയെങ്കിലും ആ ബൈക്കേഴ്സിനെ ക്രോസ് ചെയ്ത് നേതന്റെ അടുത്ത് ചെന്നേ പറ്റൂ. ഫോർമുല നമ്പർ 55. എനിക്ക് മനസ്സിലായി കീക്കോ, ഞാൻ ഫോർമുല നമ്പർ 55 ആക്ടിവേറ്റ് ചെയ്തേക്കാം. ഈ ചെക്കൻ കാരണം എന്റെ പ്ലാൻ ഫ്ലോപ്പ് ആവുന്ന തോന്നുന്നത്. വേറെ വഴിയില്ല, ഇനി ഞാൻ തന്നെ അവനെ എന്തെങ്കിലും ചെയ്യണം. മാസ്റ്റർ പ്ലാനറ്റ് കൊള്ളയടിക്കും. എന്റെ ലോക്കർ മൊത്തം പണം കൊണ്ട് നിറയ്ക്കും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 34. ഓക്കെ കീക്കോ, ഞാൻ ഇപ്പോൾ തന്നെ എന്റെ മാഗ്നറ്റ് ടയേഴ്സ് റേസ് വെച്ച് എല്ലാ ബൈക്കിനെയും മാഗ്നറ്റ് ആക്കി തമ്മിൽ ഒട്ടിപ്പിച്ചേക്കാം. ലോക്കറ്റിലുള്ള ചിപ്പ് നീ അടിച്ചു മാറ്റി ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചു. അവസാനം ഇന്ന് എന്തായിന്ന് കണ്ടു? എന്ന് വെച്ചാൽ സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ദാ പിടിച്ചോ പ്രിസ്റ്റോ അങ്കിൾ, നിങ്ങൾ ചിപ്പ് ഉപയോഗിച്ച് മുഴുവൻ കാശും വീണ്ടും എർത്ത് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്ക്. പിന്നെ ആ കാശ് ലോകത്തിന്റെ നന്മയ്ക്കായി യൂസ് ചെയ്യാം. ഒരു കാര്യം പറഞ്ഞേ മതിയാവൂ. കൺഗ്രാറ്റുലേഷൻ.